9 ദിവസങ്ങൾക്ക് മുന്നേ ലോറിയോട് കൂടെ അപ്രത്യക്ഷമായി പോയ അർജുൻ ഒരുപാട് പ്രതികൂല സാഹചര്യത്തിലും കാലാവസ്ഥയിലും കഠിനമായ പ്രയത്നം ചെയ്തുകൊണ്ട് നമ്മുടെ സൈന്യം ആത്മാർത്ഥമായി റെസ്ക്യൂ ചെയ്തത് കാരണം ആ പുഴയുടെ അടിത്തട്ടിൽ ആ ലോറി കണ്ടെത്തി എന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ട്. അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണ് കണ്ടത് എന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നാളത്തെ പരിശോധനയോട് കൂടെയായിരിക്കും അത് വ്യക്തമായിട്ട് അറിയുക. മാത്രവുമല്ല, അതിനകത്ത് അർജുൻ ഉണ്ടോ, ജീവനോട് കൂടെയോ അതോ ചലനമറ്റ രൂപത്തിലോ അർജുൻ ആ ലോറിക്കുള്ളിൽ ഉണ്ടോ എന്നെല്ലാം അറിയണമെങ്കിൽ നാളത്തെ പരിശോധന കൂടെ അറിഞ്ഞെങ്കിലേ അത് വ്യക്തമായിട്ട് അറിയുകയുള്ളൂ. ഈ അപകടത്തിൽ ഒരുപാട് വിഭിന്നമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ യുവാക്കളും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ ദുരന്തം പോലെ ഇതും തേഞ്ഞു മാഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതായിരുന്നു. പ്രത്യേകിച്ചും പല പ്രാവശ്യവും അവിടെ ഇത്തരത്തിൽ അപകടം ഉള്ളത് കൊണ്ട് തന്നെ ദേശീയപാത തുറന്നു കൊടുക്കുകയും വീണ്ടും വണ്ടികൾ ഓടി തുടങ്ങുകയും അതോടെ കാലക്രമേണയായി ഈ കാര്യങ്ങൾ പിടികിട്ടാതെ തിരച്ചിൽ എഴുതി തള്ളുകയുമായിരിക്കും ചെയ്യുക. പക്ഷേ വളരെ ശക്തിയായി കേരള ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും ഇതിന് പിറകിൽ വളരെ ശക്തിയോടെ കൂടിയത് കാരണം ഇത്രയും തിരച്ചിലിന് ഒരു ശക്തി ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ മലയാളികളുടെ ഓവർ ഇൻട്രസ്റ്റും ഓവർ കോൺഫിഡൻസും അതുപോലുള്ള പല തെറ്റായ പ്രവണതകളും ഇത്രത്തോളം ദിവസം തള്ളി നീക്കുകയും ഒരുപാട് പാഴ്വേലകൾ ചെയ്തു പോകേണ്ടതായ അവസ്ഥയിലേക്കും സൈന്യത്തിനെ കൊണ്ടെത്തിച്ചു. കാരണം ഒരു തീരുമാനമെടുക്കുന്നത് സൈന്യത്തിന് അവരുടേതായ ഒരു നിഗമനമുണ്ട്. ഏതൊരു റെസ്ക്യൂ ടീം വന്നാലും അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടും അവരുടേതായ ഒരു പ്ലാനിങ്ങും കാണും. ഇതിനകത്ത് കയറി നമ്മൾ കൂടുതൽ പ്രഷർ ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡും ചേഞ്ച് ആവുകയും അതനുസരിച്ച് അവരും പ്ലാനിങ് മാറിപ്പോവുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ഫോഴ്സുകൾ അവർക്ക് അവരുടേതായ ഒരു പ്ലാനിങ്ങോട് കൂടെ മുന്നോട്ട് പോകണം. അതായിരുന്നു വേണ്ടത്. ഇവിടെ ഇത്രത്തോളം ജനങ്ങളുടെ പ്രഷർ ഏൽക്കേണ്ടി വന്ന ഒരു രക്ഷാപ്രവർത്തനം ഒരു സേനയും ഇതിനു മുന്നേ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന സുഹൃത്തിനെ പറ്റി ഒരുപാട് ബേഡ് കമൻറ്റുകൾ പല മാധ്യമങ്ങളും ഇരുന്ന് പറയുന്നുണ്ട്, പല ആളുകളും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു അപകട സ്ഥലത്ത് എത്രത്തോളം ആ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ളൊരു ആവേശം അത് മാത്രമാണ് ആ സാധു മനുഷ്യനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുക്കാൽ ഭാഗവും സമ്പാദ്യവും എല്ലാം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് അദ്ദേഹം മാറ്റിവെക്കുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള പല അംഗീകാരങ്ങളും പല സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ സേനയോട് കൂടെ തന്നെ അവരുടെ കൂടെ തന്നെ നമുക്ക് പ്രവർത്തിക്കണം, ഞാൻ പറയും പോലെ തന്നെ അവർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വാശി പിടിച്ചതുപോലെ ചെറിയൊരു തോന്നൽ വന്നത് കാരണമായിരിക്കാം ഇത്തരത്തിലുള്ള ബേഡ് കമൻറ്റുകൾ വന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ആ സമയത്ത് അത്തരത്തിലൊന്നും ചിന്തിച്ച് കാണില്ല. അർജുനെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കാം അങ്ങനെയെല്ലാം അതിനുവേണ്ടി ഇൻട്രസ്റ്റ്. ഞാനും കണ്ടു, എനിക്കൊരു കോർ ഡ്രില്ലിത, ഞാൻ ഭൂമി തുറന്ന് അകത്തുള്ള മെറ്റലോ കല്ലോ എന്തുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുക്കാമെന്ന് പറയുന്നത് അതൊന്നും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അതൊന്നും നടക്കാത്ത അത്രയും വലിയ ഈ ഫസ്റ്റ് അപകടം നടന്ന സമയത്ത് മണ്ണിനടിയിൽ ട്രക്കിനുള്ളിൽ ഇദ്ദേഹം ഉണ്ടെന്ന് ബെൻസ് കമ്പനിയും അതേപോലെ തന്നെ അവരുടെ കുടുംബവും ഈ വന്ന മുതലാളിയും എല്ലാവരും പറഞ്ഞ സമയത്ത് നമുക്കും വളരെ സങ്കടമായി, വികാരമായിട്ട് ഞങ്ങളും കുറേ വീഡിയോ എല്ലാം ചെയ്ത്. കാരണം ആ സമയത്ത് പെട്ടെന്നുള്ള ഒരു നമ്മൾ മനസ്സിലാക്കുന്നത് ആ അവസ്ഥ അന്ന് ശരിക്കും കാണുന്നില്ല. മണ്ണിടിഞ്ഞ് വീഴുന്നു, അതിനകത്ത് താഴെ ട്രക്ക് കിടക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡ്രോൺ പിക്ചറുകളും അതുപോലുള്ള ആകാശ കാഴ്ചകളും എല്ലാം വന്നത്. അപ്പോഴാണ് ഈ ദുരന്തത്തിൻ്റെ ഇത്ര ഭീകരമായ മുഖം നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ലോറി കരയിലില്ല, അത് തീർത്തും ആ പ്രഷറോട് കൂടെ, പ്രത്യേകിച്ച് കുത്തിയൊഴുകി വരുമ്പോൾ വെള്ളവും മണ്ണും വരുമ്പോൾ തന്നെ നിൽക്കുന്ന സർഫസിന് ഒരു ലൂബ്രിക്കൻ്റ് വരും. അപ്പോൾ ഇതിനകത്ത് തള്ളി പുഴയിൽ കൊണ്ട് വിട്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ സമയത്തും ഇവിടെ കരയിൽ ഉണ്ട് എന്ന് വാശി പിടിച്ചുകൊണ്ട് നമ്മുടെ മല്ലു റെസ്ക്യൂ ടീമുകൾ അവിടെ വാശി പിടിക്കുന്നതും പോലീസുകാരും സൈന്യവും എല്ലാമായിട്ട് ഒരുപാട് കശപിശ ഉണ്ടാക്കുന്നതും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതെല്ലാം ഒരു അധികമായോ എന്നൊരു തോന്നലില്ലായികയില്ല. അതെല്ലാം ഒരു പ്രഹസനം പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത്. അതുപോലെ തന്നെ മുക്കത്തുനിന്ന് വന്ന ഒരു ടീമാണ് തോന്നുന്നു, അദ്ദേഹം ഒരു മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ എല്ലാം കൊടുക്കുന്നത് കണ്ടു. ഞങ്ങൾ പുഴയിൽ ഇറങ്ങി തപ്പാൻ വേണ്ടി തയ്യാറായി വന്നവരാണ്, ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്കുള്ള ആയുധം എന്ന് പറയുന്നത് ഓക്സിജൻ സിലിണ്ടറും അതുപോലുള്ള ലൈഫ് ജാക്കറ്റും എല്ലാം ഉള്ളൂ. ഏറിപ്പോയൊരു ഗ്ലൗസോ അത്തരത്തിലെന്തെങ്കിലും കാണും. അദ്ദേഹത്തോട് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ മുളവടിയെങ്കിലും എടുത്ത് കുത്തി നോക്കും എന്ന് പറയുന്നു. അങ്ങനെയൊന്നും റെസ്ക്യൂ ചെയ്യാൻ കഴിയില്ല. എന്നാലും ഇത്തരത്തിലുള്ള ആ മനക്കരുത്തുണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അവരെയൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വികാരം കൊണ്ടാൽ മതിയാവും. അതാണ് എനിക്ക് ദയവായിട്ട് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. എങ്കിലും ആരെയും തളർത്തുകയില്ല. ഇത്തരത്തിലുള്ള റെസ്ക്യൂ ടീമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ റെസ്ക്യൂവിന് വേണ്ടി മുന്നിലുണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റെസ്ക്യൂ ടീമിനെ ആരും പറഞ്ഞ് തളർത്തരുത്. പക്ഷേ ഓവറായിട്ട് നമ്മൾ ആക്റ്റീവ് ചെയ്യുന്ന മറ്റൊരാൾ പറയുന്നത് കേട്ടോ, ഇതാ അർജുന അടുത്ത് കിട്ടാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെ പേര് മുഴുവൻ സൈന്യത്തിന് കിട്ടാൻ വേണ്ടി ഞങ്ങളെ ഓടിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് സേനയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ എത്ര വലിയ റെസ്ക്യൂ ടീമാണ് എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോ അതുപോലുള്ള കോഴ്സുകളോ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഈ സേനയിലേക്ക് എടുക്കുന്നത് വരെ ഞാനടക്കം എല്ലാവരും അവർക്ക് സിവിലിയന്മാരാണ്. ഈ സൈന്യവും മിലിറ്ററിയും എല്ലാം നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഒരിക്കലും അവരുടെ കൂടെ ചേർന്ന് പണി ചെയ്യാൻ
അവർ ചെയ്യുന്ന അത്രത്തോളം അപകടകരമായ ജോലിയിലേക്കൊന്നും നമ്മളെ ആരും വിളിക്കില്ല. ഒരുപക്ഷെ കരയിൽ നിന്ന് അവർ തരുന്ന സാധനം വാങ്ങി വെക്കാൻ, അവർക്ക് ഭക്ഷണത്തിന് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കൊടുക്കുക, അത്തരത്തിലുള്ള സഹായങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അവർ നമ്മെ വിളിച്ചേക്കാം, ഈ റെസ്ക്യൂ ടീമിന് വിളിക്കുക, അത്രയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് ചാടി ഊളിയിട്ട് അവർ കൂടെ ചെയ്യണമെന്നൊന്നും വാശി പിടിക്കരുത്. കാരണം അതിന് അവർ അംഗീകരിക്കില്ല, അതിനുള്ള നിയമം അവർക്കില്ല. അവർ നമ്മെ സംരക്ഷിക്കുക, അതായത് നമ്മൾ സിവിലിയന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംരക്ഷണം അവരുടെ കയ്യിലാണ്. അതാണ് ഇവിടെ അവർ നമ്മെ, അതായത് റെസ്ക്യൂ ടീമിനെ അകറ്റി നിർത്താനുണ്ടായ കാരണം. മാത്രവുമല്ല, എത്രയോ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മലയാണ്, ഒരു സംരക്ഷണവുമില്ലാതെ വെറും മണ്ണിൻ്റെ കൂമ്പാരം അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുക. ഏത് സമയത്ത് അടിച്ച് എല്ലാവരും കൊണ്ട് പുഴയിലൂടെ പോകും. അപ്പോഴും വിളിക്കാനുള്ളത് ഈ മിലിറ്ററിക്കാരെയും ഈ രക്ഷാസൈനികരെയും ഈ സ്കൂബ ഡൈവിനെയും ഈ NDRFനെയും എല്ലാമാണ്. അപ്പോൾ അവർക്ക് ജോലിഭാരം മാത്രമല്ല, നമ്മളെ ജീവൻ അവർ ഒരുപാട് വില കൽപ്പിക്കുന്നു, നിങ്ങളെല്ലാവരും അവർ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നിങ്ങളെ ഒഴിവാക്കി എന്ന വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്രത്തോളം ഈ താമസവും വിഷവും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയത് ഭാരത് ബെൻസ് ലോറിയുടെ ടെക്നീഷ്യന്മാരാണ്. അവരുടെ ലൊക്കേഷൻ ഇവിടെ കാണിച്ചത് അതെല്ലാം തെറ്റ്. ആ സമയത്ത് ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിച്ച് കൂടുതൽ എക്യുപ്മെൻസും എല്ലാം കൊണ്ടുവന്ന് തിരയുവാനും ഇത് മനസ്സിലാക്കാനുള്ള ഒരു ചുറ്റുപാട് ഇതിൽ പ്രവർത്തിച്ച രക്ഷാപ്രവർത്തകർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇതിന് കൂടെ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത് വിജയിച്ചൊരു രാജ്യമാണ്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അത് ഫസ്റ്റ് സമയത്ത് തന്നെ എത്തിക്കാൻ കഴിയുന്നതാണ് അതിലുള്ള വിജയം. ഒരു മണ്ണിന് എത്ര കിലോമീറ്റർ അടിയിലുണ്ടെങ്കിലും കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കൽ ഡിവൈസുകൾ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ഈ റിഗ് മേഖലയിലെല്ലാം പണി ചെയ്യുന്ന ആളുകൾക്കറിയാം, ഓഫ്ഷോറിൽ കടലിലുള്ള റിഗിലെല്ലാം പ്രത്യേകിച്ച് ഒരു റിജിഡ് പൈപ്പ് പോലെയുള്ള ഒരു പൈപ്പ് കടലിലേക്ക് തള്ളിവിടുന്നുണ്ട്. കിലോമീറ്റർ കണക്കിന് അത് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കല്ലിലോ അതുപോലെ ഇരുമ്പിൽ എന്തെങ്കിലും ഉടക്കി കഴിഞ്ഞാലും അത് തെന്നി മാറിക്കൊണ്ട് അത് പോയിക്കൊണ്ടേയിരിക്കും. എത്ര വേണമെങ്കിലും അത് പോകും. അതിവിടെ മോണിറ്ററിൽ ശരിക്കും നമുക്ക് ഫിലിം കാണും പോലെ കാണാം. അതുപോലെ ഗ്രാഫിക് വേണമെങ്കിൽ അത് എന്താണോ നമുക്ക് ആവശ്യം അത് കണ്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മണ്ണിനടിയിലേക്ക് മിനിമം 1/2 കിലോമീറ്റർ വരെ സാധാ മണലാവട്ടെ സാധാ മണ്ണാവട്ടെ അത് തുളഞ്ഞ് കയറി പോയിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ചെറിയൊരു ഒരു ബിറ്റ് പോലെ ഒരു എൻഡിലൊരു ഫാൻ ബിറ്റ് പോലുള്ള ഒരു സാധനമുണ്ട്, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്തിനെ ഉടക്കി കഴിഞ്ഞാൽ അത് റിവേഴ്സ് വരും. അതുപോലെ എന്താണ് ആ സാഹചര്യത്തിന് എന്താണ് വേണ്ടത്, അത് സ്വന്തം മെമ്മറിയിൽ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യാതെ തന്നെ അതിൻ്റെ മെമ്മറിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലുള്ള പല ഡിവൈസുകളും ഉണ്ട് ഇന്ന് ലോകത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഇങ്ങനെ പല അവസരങ്ങളിലും അത്തരം പല ഉപകരണങ്ങളും ഈ സേനകളോ അതുപോലുള്ള സേനകൾ വാങ്ങി സൂക്ഷിക്കണം എന്നാണ് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്. ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഈ ഭൂമിക്ക് എത്രയോ താഴ്ചയിലുള്ള പെട്രോൾ നമ്മൾ കണ്ടെത്തുന്നു, പലവിധ പദാർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. ഇത്ര 10-15 മീറ്റർ താഴ്ചയുള്ള ഒരു മെറ്റാലിക് ലോറി കണ്ടെത്താൻ വളരെ നിസ്സാരമായിട്ട് കഴിയും. പ്രത്യേകിച്ച് റഡാറുകളൊന്നും ഒക്കെ പഴഞ്ചനാണ്. റഡാർ എന്ന് പറഞ്ഞാൽ എന്ത് മെറ്റാലിക് ഇതിൽ തട്ടിക്കഴിഞ്ഞാലും അത് സിഗ്നൽ തന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ കല്ലിൽ അതേപോലെ ചില മണ്ണിനകത്ത് തന്നെ കാണും ചെറിയ ഇരുമ്പിൻ്റെ അയിരുകളും അതുപോലുള്ള മറ്റ് മെറ്റാലിക് അയിരുകളെല്ലാം കാണും. അതിനെല്ലാം ഇത് സിഗ്നൽ തന്നുകൊണ്ടിരിക്കും. അത് ഒരു പഴഞ്ചൻ ഉപകരണമാണ് ഈ റഡാർ എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപാട് പുരോഗതിയിൽ വന്ന് പല ഡിവൈസുകളുണ്ട്. അതെല്ലാം നമ്മുടെ സൈന്യം പ്രത്യേകിച്ചും നമുക്ക് വാങ്ങി വെക്കണം എന്നാണ് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ അർജുൻ അദ്ദേഹം ആ ലോറിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ജീവനോട് കൂടെ വരും എന്ന ഒരു പ്രതീക്ഷയുമില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഒരു കാരണവശാലും പ്രതീക്ഷയില്ല. ഇനി കരയിലാണെങ്കിലും അദ്ദേഹത്തിന് 5 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള ഓക്സിജൻ ഇല്ലാത്ത കാരണം തന്നെ മരണം സംഭവിക്കും. പിന്നീട് ഈ വെള്ളത്തിനടിയിൽ പോയത് കൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടതേ വളരെ നല്ലത്. എല്ലാവർക്കും അറിയാം, ഇത് ജീവിതമാണ്, മരണം അനിവാര്യമാണ്. ഓരോ ആളുകൾക്കും പല രൂപത്തിലായിരിക്കും മരണം സംഭവിക്കുക. അതിനും പ്രത്യേകതകളൊന്നുമില്ല. ഇത്തരം അപകടങ്ങൾ വരുത്തി വെക്കുന്നത് നമ്മുടെ ഭരണകർത്താക്കൾക്കും ഇതിനോടുള്ള ബിസിനസ്സുമായിട്ട് സംബന്ധപ്പെട്ട ആളുകൾ കാശുണ്ടാക്കാൻ വേണ്ടി ഒരു തലയും വാലും ഇല്ലാത്ത രൂപത്തിൽ പല പ്രവർത്തനം ചെയ്യുകയും മലയും കുന്നും ഇടിച്ചു പൊളിക്കുകയും അതുപോലുള്ള വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ഒരുപാട് പ്രകൃതിക്ക് ഇത്തരത്തിലുള്ള ദ്രോഹം ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ വാണിങ്ങുകൾ മനുഷ്യന് വേണ്ടി പ്രപഞ്ചം ഇടയ്ക്ക് നൽകും. പക്ഷേ ഇത്തരത്തിലുള്ള പാവങ്ങൾ അതിൽ ഉൾപ്പെട്ടു പോകും. പക്ഷേ അവർ മരണത്തിലേക്ക് പോയാലും ഇതിൻ്റെ പിറകിൽ കാശുണ്ടാക്കിയ ഭരണതലത്തിലുള്ളവരും മറ്റ് മുതലാളി തലത്തിലുള്ളവരും അവരെല്ലാവരും സുഖമായി എപ്പോഴും AC കാറിൽ പോയി വലിയ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് സുഖജീവിതം നയിക്കുന്നുണ്ട് എന്നുള്ളൊരു സമാധാനത്തിൽ നമുക്ക് ഇനിയും ഇതിനൊന്നും പ്രതികരിക്കാതെ കൈകൂപ്പി ഇവരെല്ലാം കാണും, കൈകൂപ്പി സാർ എന്ന് വിളിച്ച് മുന്നോട്ട് തന്നെ പോകാം. ഇപ്പോൾ അവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലെ വലിയ ജെയിൻ്റ് ബൂം എക്സ്വേറ്ററുകൾ ഫ്ലോട്ടറുണ്ട്. കടലിൽ നിന്നും പല സാധനങ്ങളും തൂക്കിയെടുക്കുന്നതുമെല്ലാം അത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടല്ല, അതിന് വേണ്ടിയിട്ടുള്ള പ്രതലം അത് ഒരു ഫ്ലോട്ടായിരിക്കും, ഒരു ടാങ്ക് പോലെ ആയിരിക്കും. അതിൽ ബാലൻസ് ചെയ്തിട്ടാണ് ഈ സാധനം നിൽക്കുന്നതും. അത്തരത്തിലുള്ളൊരു യൂണിറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നിസാരമായിക്കൊണ്ട് തന്നെ ആ മണ്ണ് നീക്കിയെടുക്കാവുന്നതാണ്. ഈ ഒഴുക്കുള്ള പുഴയായതുകൊണ്ട് തന്നെ ശക്തിയായ ഒരു നങ്കൂരമിട്ടോ അല്ലെങ്കിൽ റോപ്പുകൾ വലിച്ചു കെട്ടിയോ അതിനെ ഒഴുക്കിൽ നിന്നും തടുത്തു നിർത്തണം. അല്ലാതെ വെള്ളത്തിൽ കിടന്ന് എന്ത് കളി കളിച്ചാലും ഒരിക്കലും അത് മറഞ്ഞു പോകില്ല. അത് അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ഫ്ലോട്ട് എക്സ്വേറ്റർ. അതുകൊണ്ട് വളരെ നിസാരമായിട്ട് ഈ മണ്ണ് മാറ്റുവാനും ഒരു പരിധിവരെ ആ ലോറി ഉണ്ടെങ്കിൽ അതിനെ മെല്ലെ ഇളക്കിയെടുക്കാനെല്ലാം ഉപകരിക്കും. ഇത്തരത്തിലൊന്ന് സംഘടിപ്പിക്കാൻ പറ്റിയാലും വളരെ പെട്ടെന്ന് അത് ഈ രക്ഷാപ്രവർത്തനം ഒന്നുകൂടെ ഈസിയാവും എന്ന് തോന്നുന്നു. ഏതായാലും 80% അർജുൻ ആ ലോറിക്കകത്ത് ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. കാരണം GPS
അപകടം കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ ഈ GPS വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ വാർത്തയിൽ കാണുന്നുണ്ട്. അതിനർത്ഥം വണ്ടി സ്റ്റാർട്ടായിരിക്കും. ഒരുപക്ഷേ AC എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം അതിനകത്ത് ഉറങ്ങുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവുകയാണെങ്കിൽ ഈ അടിയുടെ ആഘാതത്തിൽ ഗ്ലാസ് പൊട്ടി അദ്ദേഹം പുറത്തു പോകാൻ ചാൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഈ വെള്ളവും മണ്ണും ഒരുമിച്ച് വരുമ്പോഴുള്ള ആ ഒരു ലൂബ്രിക്കൻ്റോട് കൂടെ പോകുമ്പോൾ ഇടിച്ച് തമരാൻ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് കുറവുണ്ട്. അതുപോലെ ഒരുപക്ഷേ റിങ് ചെയ്ത് എന്ന് പറയുന്നത് സത്യമാകാം. അതിനർത്ഥം ആ ക്യാബിനിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് ടൈമിൽ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരുപക്ഷേ വെള്ളത്തിൽ കിടന്നും ഒരുപക്ഷേ വാട്ടർ പ്രൂഫ് മൊബൈലാണെങ്കിൽ അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. ഏത് തരം മൊബൈലാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് 1-2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. പ്രത്യേകിച്ചും ഈ കേബിന് ഹെയർ സർക്കുലേഷന് വേണ്ടി ഒരു നോൺ റിട്ടേൺ വാൽവ് ഉണ്ട്. അത് പുറത്തു നിന്ന് അകത്തേക്കൊന്നും അത്ര പെട്ടെന്ന് പ്രവേശിക്കില്ല. അത് ഷട്ടറായി കിടക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രഷർ വന്നപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വാൽവോ അല്ലെങ്കിൽ വല്ല ബീഡിങ്ങോ അതുവഴി അങ്ങനെ ചെറിയ രൂപത്തിൽ സമ്മർദ്ദം കൊണ്ട് ചെറുതായിട്ട് വെള്ളം കയറി ഫുള്ളായി പോയി കാണും. അങ്ങനെയായിരിക്കും ആ മൊബൈൽ ഓഫായി പോയിട്ടുണ്ടാവുക. ഏതായാലും എത്രയും പെട്ടെന്ന് നല്ല തെളിഞ്ഞു വരട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസമാവട്ടെ. ഇത്തരത്തിൽ സ്ലോപ്പായി കാണുന്ന ഈ മലകൾക്കടിയിലൊന്നും വണ്ടികളിട്ട് ആരും റെസ്റ്റ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും മഴക്കാലത്തൊന്നും ഏത് സമയത്തും ഇത്തരം മലകളെല്ലാം ഇടിഞ്ഞു വീഴാൻ വളരെ ചാൻസ് ഉണ്ട്. കുത്തിപ്പൊളിച്ചുണ്ടാക്കിയ പാതകളിലെല്ലാം സുരക്ഷിത മതിലുകൾ സ്ഥാപിക്കാൻ നമ്മുടെ സർക്കാർ ദയവായി ശ്രമിക്കണം. പൊതുജനങ്ങളുടെ ജീവന് ചെറിയൊരു വില നൽകണം. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. നന്ദി, നമസ്കാരം.